തൊഴിലാളി സഹോദരങ്ങൾ, ഞാൻ വളരെ സങ്കടത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ യോഗത്തിൽ സംസാരിച്ചത്. ഇവിടെ കേരളത്തിലെ ഈ നശിച്ച തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിനെതിരായുള്ള സമരത്തിൽ പങ്കെടുത്ത് ചില മുൻ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നപ്പോ കണ്ട രംഗം INTUCയുമായുള്ള സമരമായുള്ള INTUC സ്നേഹിക്കുന്ന, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന INTUC ഏറ്റവും സീനിയറായുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സങ്കടപരാതി ഇതാരാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാനും പറയാനും പറ്റുന്നില്ല. ഇവിടെ കഴിഞ്ഞ റഫറണ്ടത്തിൽ CITU 53% വോട്ട് വാങ്ങി ഒറ്റക്കക്ഷിയായി മാനേജ്മെന്റിനോടൊപ്പം ശ്രീ പിണറായി വിജയനോടൊപ്പം പിണറായി വിജയന്റെ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ള ഒറ്റക്കക്ഷിയായി മാറിയതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയല്ലേ എന്ന് എന്തൊരു കഴിവിൽ ആലോചിക്കുന്നു. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ അതിന്റെ അപ്പുറത്തെ പ്രാവശ്യം റഫറൻഡത്തിൽ ജയിച്ചതുപോലെ അതിനേക്കാൾ വോട്ട് ജയിക്കേണ്ട ഒരു റഫറൻഡത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പോയാൽ ആരെ സഹായിക്കാനാണ് ഈ സമരങ്ങൾ? തമ്മിലടിച്ചാൽ അപകടവും അവസരവും പരാജയമായി സംഭവിക്കും. ഇന്നാണ് ഈ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിക്കാർഡ് ലഭിച്ച തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റായി മാറിയിരിക്കുന്ന ഗവൺമെന്റിനെതിരെ ബാക്കി എല്ലാവരും കൂടെ നിർത്തി ചുരുട്ടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി ഈ ഗവൺമെന്റിനെ വലിച്ചെടുക്കേണ്ട സമയത്ത് നമ്മൾ തമ്മിലടിച്ച് അവരെ സഹായിക്കുന്നതാണോ നല്ലത്? ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ കേരളത്തെയും KSCB ബോർഡിനെയും ഈ ബോർഡിനെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ എന്ന് നേരിട്ട് ആലോചിക്കുന്നത്. സർക്കാർ എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ കഴിയുമോ? വലിയ ചോദ്യമാണ് നമ്മളുള്ളത്. എത്ര നാൾ ഭരിച്ചാലും
ഈ കടബാധ്യത കൂടിക്കൂടി വരുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാനുള്ള അതിർവരമ്പ് കടന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പണിമുടക്കിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ചെന്നാൽ അതിനെയും നമുക്ക് പിന്നിൽ നിന്ന് സഹായിക്കുവാൻ ബോർഡിലെ ജീവനക്കാരുടെ സംഘടനകൾ തയ്യാറാകണം. അതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം കടന്നു പോകുന്നത്. എന്നാൽ മാത്രമേ ഈ ഗവൺമെന്റിന് കാര്യങ്ങൾ ബോധ്യപ്പെടൂ എന്നൊരു സ്ഥിതിയാണ്. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ വലിയ ഭീഷണി പുറപ്പെടുവിച്ചല്ലോ. ഡൈസ്റ്റോൺ കാട്ടി സമരത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ആ ഭീഷണിയിൽ ഒരു കുഞ്ഞും അകപ്പെട്ടില്ല എന്നതാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്ത പങ്കാളിത്തം കൊണ്ട് തെളിയിക്കുന്നത്. ഇത്രയും നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു ദിവസം ശമ്പളവും കൂടെ സാധാരണ നാട്ടുകാരെ പറയുമ്പോൾ ഇതിനാണ് ആ ഭാഷ എനിക്കൂടെ ഉപയോഗിക്കുന്നത്. അയാളെ ആവശ്യത്തിലോട്ട് പോട്ടെ എന്ന് ഉപയോഗിക്കുക. ഇത്രയും നഷ്ടപ്പെട്ടല്ലോ ഉള്ളതുവരെ ഒരു ദിവസം ശമ്പളം കൂടെ അയാളൊന്ന് പാക്കേണ്ടി വെച്ചുകൊണ്ട് പോകും. പക്ഷേ ഓരോ പൈസയായി എണ്ണി വാങ്ങുവാൻ കോൺഗ്രസ് അനുഭാവ സംഘടനകൾ തീരുമാനമായി എഴുതിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പാണ് സംഘടനകളും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. അതിന് നമ്മളും കൂടെ പങ്കാളിയായി അത്തരം സമര പരിപാടികൾ വിജയിക്കുകയും ഈ കാപാലിക സർക്കാരിനെ ഇറക്കി വിടുവാനുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുവാനും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരവാഹികളെ, തൊഴിലാളികളെ, ഇന്ന് വൈദ്യുതി ബോർഡിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റവും പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്